ഒരു ചെറുകഥ പറയട്ടെ. കഥയുടെ പേര് വല്യമ്മച്ചിയുടെ വിശ്വാസം. ഒരിടത്തൊരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു. തനിച്ച് പാർക്കുന്ന തൻ്റെ വീടിൻ്റെ മുറ്റത്ത് നല്ലൊരു മാവ് നിൽപ്പുണ്ടായിരുന്നു. സീസൺ ആകുമ്പോൾ ആ മാവിൽ നിന്ന് ധാരാളം മാങ്ങ ലഭിച്ചിരുന്നതുകൊണ്ട് വല്യമ്മച്ചിക്ക് ഇഷ്ടംപോലെ പൈസ ലഭിക്കുമായിരുന്നു. എന്നാൽ ആ മാവ് കൊണ്ട് ഒരു ദോഷവുമുണ്ട്. എല്ലാ ദിവസവും രാവിലെ മാവിൽ നിന്ന് വീഴുന്ന കരിയില അടിച്ച് വല്യമ്മച്ചി ബുദ്ധിമുട്ടുമായിരുന്നു. അപ്പോൾ വല്യമ്മച്ചിക്ക് ഒരു ഐഡിയ തോന്നി. ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഈ മാവ് വീടിൻ്റെ മുറ്റത്ത് നിന്ന് മാറി പറമ്പിലേക്ക് പോകുവാൻ വേണ്ടി. നല്ലപോലെ പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയാണ്, ദൈവവിശ്വാസമുള്ള അമ്മച്ചി ആയതുകൊണ്ട് അമ്മച്ചി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. സ്വപ്നത്തിൽ ദൈവം വല്യമ്മച്ചിക്ക് പ്രത്യക്ഷമായി ഇങ്ങനെ പറഞ്ഞു: വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ 7 ദിവസം പ്രാർത്ഥിച്ചു, 8ാമത്തെ ദിവസം രാവിലെ ഈ മാവ് മുറ്റത്തു നിന്ന് മാറി പറമ്പിലേക്ക് പോയി നിൽക്കുന്നത് കാണാമെന്ന് പറഞ്ഞു. വല്യമ്മച്ചിക്ക് സന്തോഷമായി. വല്യമ്മച്ചി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 1ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, രാവിലെ ഇരുന്ന് നോക്കിയപ്പോൾ മാവ് അവിടെ തന്നെയുണ്ട്. 2ാമത്തെ ദിവസം നോക്കി, മാവ് അവിടെയുണ്ട്. 3ാമത്തെ ദിവസം നോക്കി, മാവ് മുറ്റത്ത് തന്നെയുണ്ട്. വല്യമ്മച്ചി വിശ്വാസത്തോടുകൂടെയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 4, 5, 6 ദിവസങ്ങൾ കടന്നുപോയി. 7ാമത്തെ ദിവസം രാത്രി വല്യമ്മച്ചി വളരെ സന്തോഷത്തോടെ, നല്ല ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിച്ചു, കിടന്നുറങ്ങി. 8ാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് ഓടിച്ചെന്ന് മുറ്റത്തേക്ക് നോക്കിയപ്പോൾ മാവ് അവിടെ തന്നെയുണ്ട്. അന്നേരം വല്യമ്മച്ചി ഇങ്ങനെ പറയാനിടയായി: അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു ഈ മാവ് അവിടെ നിന്നൊന്നും മാറത്തില്ലെന്ന്. പിന്നെ ഞാനങ്ങ് പ്രാർത്ഥിച്ചെന്നേ ഉള്ളെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയും പലപ്പോഴും ഇതുപോലെയല്ലേ? അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നടക്കത്തില്ലെന്നറിയാം, പിന്നെ അങ്ങ് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവവചനം പറയുന്നത് വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്ന്. നമുക്ക് നല്ല വിശ്വാസം ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.